നമുക്ക് ഈ മൊമെൻറ്റിൽ ഇവിടെ ഇപ്പോൾ ജീവിക്കാനുള്ള ഏതാനും ടിപ്സാണ് ഇതൊക്കെ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. എങ്കിലും ഞാൻ ബന്ധം വളർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ മൊമെൻറ്റിൽ ജീവിക്കുന്നതിനെ പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമുക്ക് പെട്ടെന്ന് നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഈ മൊമെൻറ്റിൽ ജീവിക്കുക എന്നുള്ളത്, ഇപ്പോൾ ഇവിടെ ജീവിക്കുക എന്നുള്ളത്. നമ്മളിപ്പോഴും നാളെയല്ല ജീവിക്കുന്നത്. ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് പഠിക്കാനുണ്ട്, പഠിക്കാൻ പോകുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് പഠിച്ചിട്ട് എനിക്ക് കളിക്കാൻ പോകുമ്പോഴോ അത് കഴിഞ്ഞ് എനിക്ക് പ്രാർത്ഥനയുണ്ട്. നമ്മളെപ്പോഴും ഡൊമിനിക് സാവിയോയുടെ ഒരു കഥയുണ്ട്. അദ്ദേഹം ബാസ്കറ്റ്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിശുദ്ധ ഡോൺ ബോസ്കോ എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇപ്പോൾ ലോകം അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് 5 മിനിറ്റ് സമയമുണ്ട്. അപ്പോൾ ഒരാൾ പറഞ്ഞു ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും, വേറെ ആൾ പറഞ്ഞു ഞാൻ ആരാധന മുമ്പിൽ പോയിരിക്കും, ഞാൻ ആൾക്കാരോട് മാപ്പ് ചോദിക്കും. ഡൊമിനിക് സാവിയോ വന്നപ്പോൾ ഡൊമിനിക് സാവിയോ പറഞ്ഞു ഞാൻ ബാസ്കറ്റ്ബോൾ കളിക്കും. കാരണം അയാൾ ചെയ്തുകൊണ്ടിരുന്നത് അതാണ്, ബാസ്കറ്റ്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ മൊമെൻറ്റിൽ ജീവിക്കുന്നത് ആരാണ്? ശരിക്കും അദ്ദേഹമാണ്. ഈ മൊമെൻറ്റിൽ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഈ മൊമെൻറ്റിൽ ജീവിക്കാൻ നമ്മളെ സഹായിക്കാത്തത് നമ്മൾ തള്ളിക്കളയാനായിട്ട് പഠിക്കണം. അതാണ് ഈ മൊമെൻറ്റിൽ ജീവിക്കാനായിട്ട് പഠിക്കണം. ഒന്ന്, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയും പോസ് ഫോർ എ മൊമെൻറ്റ്. ഇതാണ് ഈ മൊമെൻറ്റിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ പോസ് ഫോർ എ മൊമെൻറ്റ്. ഞങ്ങളുടെ ഒരു ചൊല്ലുണ്ട്, സ്റ്റോപ്പ് ടു സ്മെൽ ദ റോസസ് എന്ന്. സ്റ്റോപ്പ് ടു സ്മെൽ ദ റോസസ്. റോസാപ്പൂവിൻ്റെ മണം എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. മലയാളത്തിൽ പറയുമ്പോൾ ഒരു ബോറിങ് ഉണ്ടായിന്, അത് ഇംഗ്ലീഷുകാരുടെ ചൊല്ലാണ്. പക്ഷേ നമുക്ക് ഈ മൊമെൻറ്റിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ യു നീഡ് ടു പോസ്. എൻ്റെ അടുത്തൊരു സുഹൃത്ത് കൗൺസിലിങ്ങിന് വന്നിട്ട് അയാളുടെ ഒരു കസിൻ്റെ അടുത്ത് അയാൾക്ക് ഭയങ്കര ദേഷ്യമാണ്. അയാൾ കാണുമ്പോഴേക്കും ദേഷ്യം വരും. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ചൂടാവും. കാരണം അവരുടെ ബന്ധം അങ്ങനെയാണ്, പാസ്റ്റൊക്കെ അങ്ങനെയായിരുന്നു. അത് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അയാൾ എന്നോട് ചോദിച്ചു വന്നത്. അപ്പോൾ എനിക്ക് വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല അയാളുടെ അടുത്ത്. അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട് എന്നൊക്കെ അയാൾ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ അയാളുടെ അടുത്ത് കൊടുത്ത ഒരു സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവനെ കാണുമ്പോൾ ജസ്റ്റ് പോസ് ഫോർ എ മൊമെൻറ്റ്. ജസ്റ്റ് പോസ് ചെയ്യുക. നിൻ്റെ ലൈഫ് ഒന്ന് പോസ് ചെയ്യുക. നിൻ്റെ ലൈഫ് കംപ്ലീറ്റ് സ്റ്റില്ലിലേക്ക് വരിക. അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ റിലീജിയസ് കൗൺസിലറായ കാരണം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ അച്ഛനായതുകൊണ്ട് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, എന്നിട്ട് നീ ഈശോ കുരിശിൽ കിടക്കുന്ന ഈശോയെ നിൻ്റെ അടുത്ത് നീ കാണുക, പിന്നെ നീ എന്ത് വേണം ചെയ്തു എന്ന് പറഞ്ഞു അവൻ്റെ അടുത്ത്. നമ്മുടെ ലൈഫ് ഭയങ്കര പോസില്ലാത്ത ലൈഫാണ് നമ്മുടെ ലൈഫ്. ടി വി ഒക്കെ നമ്മൾ പോസ് ചെയ്യും, പിന്നെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളതെല്ലാം പോസ് ചെയ്യും. പക്ഷേ നമ്മുടെ ലൈഫ് നമ്മൾ ഒരിക്കലും പോസ് ചെയ്യാറില്ല അല്ലേ. ലൈഫ് ഈസ് ദ ഷോ മസ്റ്റ് ഗോ ഓൺ എന്ന് പറഞ്ഞ പോലെ ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ പോസ് ചെയ്യും. ഇമ്പോർട്ടൻറ്റ് മൊമെൻറ്റ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പോസ് ഫോർ എ മൊമെൻറ്റ്. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? എന്നിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുന്നത്, നമ്മൾ അയാളായിട്ട് സംസാരിക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന മൂഡ് എന്താണെന്ന്, അയാളുടെ എന്താ പറയാൻ പോണേ, അയാൾ നമ്മളോട് എന്താ പറയാൻ പോകുന്നത്, സെൻറ്റൻസുകളല്ല നമ്മൾ നോക്കേണ്ടത്. റൈറ്റ്. പോസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇമാജിൻ ചെയ്യേണ്ടത്, ഞാൻ നിങ്ങളുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യണം, ഇങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ നമ്മുടെ മൂഡ്, നമ്മുടെ ഭാവം, അത് നമ്മൾ ഇമാജിൻ ചെയ്യണം. ഇപ്പം നമുക്ക് ദേഷ്യമുള്ള ഒരാളുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്നു, എന്തായിരിക്കണം എൻ്റെ ഭാവം ഇമാജിൻ ചെയ്യുക. എന്താണ് പറയേണ്ടത് എന്നുള്ളതല്ല നിങ്ങൾ ഇമാജിൻ ചെയ്യേണ്ടത്. ഓഫ് കോഴ്സ് നിങ്ങൾ ഇമാജിൻ ചെയ്യുന്നത് നല്ലതാണ്, പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് പോസ് ചെയ്തിട്ട് ഇമാജിൻ ചെയ്യേണ്ടത് ഭാവങ്ങളാണ്. ഭാവങ്ങൾ ഇമാജിൻ ചെയ്യുക, ഇമോഷൻസ് ഇമാജിൻ ചെയ്യുക, മൂഡ് ഇമാജിൻ ചെയ്യുക. ഇങ്ങനൊരു മൂഡിലാണ് ഞാൻ അയാളായിട്ട് സംസാരിക്കാൻ പോകുന്നത്. ഒരു ദേഷ്യമുള്ളൊരു പേഷ്യൻ്റ് വന്നു, അല്ലെങ്കിൽ ഒരു ബൈസ്റ്റാൻഡർ വന്നു, നമുക്കറിയാം അയാളുടെ അടുത്ത് നമ്മൾ സംസാരിക്കാൻ പോവുകയാണ്. എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ഇമാജിൻ, പോസ് ആൻഡ് ഇമാജിൻ ദ മൂഡ്. ഞാൻ വേറൊരു കാര്യം ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നത്, ഇമാജിൻ യുവർ ഗോഡ്, ഇമാജിൻ ജീസസ് ക്രൈസ്റ്റ് ഓൺ ദ ക്രോസ്. ഇമാജിൻ ചെയ്യ്, എന്നിട്ട് അയാളുടെ അടുത്ത് പോ. അപ്പോൾ നിങ്ങളുടെ മൂഡ് ശരിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസ് ശരിക്കും
അത് നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. റൈറ്റ്, അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമതായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്ത് ഫോൾ ഇൻ ടു ദ മൊമെൻറ്റ്. അപ്പോൾ അതെന്നതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുമ്പോൾ ശരിക്കും അതിലേക്ക് ഫോളോ ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഒരു പുഴയിലേക്ക് ചാടി പോലെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആ പുഴയുടെ ഒഴുക്ക് നിങ്ങൾ ഫീൽ ചെയ്യണം. റൈറ്റ്, അതാണ് ഫോൾ ഇൻ ടു ദ മൊമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അയാളായിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തൊക്കെ നടക്കണം എന്നുള്ളത് മാത്രം ഇങ്ങനെ നോക്കിയിരുന്നാൽ പോരാ. റൈറ്റ്, പിന്നെന്താ, ഞാൻ ഇമാജിനൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്, പക്ഷേ അത് പോരാ, ഞാൻ ഫോളോ ചെയ്യണം ആ ഒരു സംസാരത്തിൻ്റെ ഒഴുക്കിൻ്റെ ഒഴുക്ക്, അതിൻ്റെ ഫീൽ എന്താണെന്ന് ഞാൻ തിരിച്ചറിയണം. ഞാൻ നിങ്ങളുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലേക്ക് ചെല്ലുക. ഗ്രൂപ്പിലേക്ക് ചെന്നിട്ട് ഗ്രൂപ്പ് നിങ്ങൾ കാണുക. ആ ഗ്രൂപ്പിലുള്ള സംസാരങ്ങൾ അവിടെ നടക്കുന്നുണ്ട്, നിങ്ങളത് അകലെ നിന്ന് കണ്ടു. എന്നിട്ട് നീ ആ ഗ്രൂപ്പിലേക്ക് ചെന്നു. എന്താണ് ആ ഗ്രൂപ്പിലുണ്ടാകാൻ പോകുന്ന മാറ്റം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നീ വന്നതുകൊണ്ട് ആ ഗ്രൂപ്പിലുണ്ടായ ആ ഗ്രൂപ്പിൻ്റെ കറണ്ട് എന്നാ, ആ ഗ്രൂപ്പിൻ്റെ ഇപ്പോൾ ചിലർ ഒരു ഗ്രൂപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, മൊത്തം ഗ്രൂപ്പ് സൈലൻ്റ് ആവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. ചിലരൊരു ഗ്രൂപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ സൈലൻ്റായ ഗ്രൂപ്പ് വളരെ സന്തോഷകരമായിട്ടുള്ള ഗ്രൂപ്പായിട്ട് മാറും. അപ്പോൾ ഫോൾ ഇൻ ടു ദ മൊമെൻ്റ് എന്ന് പറയുമ്പം നമ്മൾ ശരിക്കും ആ ഗ്രൂപ്പിൻ്റെ കറണ്ട് അറിഞ്ഞ് അതിലേക്ക് ചെല്ലുമ്പം ആ ഗ്രൂപ്പിൻ്റെ മൂഡ് എങ്ങനെ ആകണമെന്ന് നീ ആഗ്രഹിക്കുന്നതൊക്കെ ചിന്തിച്ചതിലേക്ക് ചെല്ലുമ്പോൾ ആ ഗ്രൂപ്പിനെ നിനക്ക് അല്ലെങ്കിൽ ആ വ്യക്തിനെ നിനക്ക് ഉയർത്താനായിട്ട് പറ്റും. ഞാൻ കൗൺസിലിങ്ങിന് ഇരിക്കുമ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അയാളെ വിഷമത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആദ്യം വിട്ട് കഴിഞ്ഞാൽ രണ്ടാമത് അയാളെ വിളിക്കുമ്പോൾ ഞാൻ കുറച്ച് ഒരുങ്ങും എൻ്റെ ഉള്ളിൽ. ഇങ്ങനെയൊക്കെ ആയിരിക്കും അയാൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ഭാവമായിരിക്കും, ദേഷ്യവും വിഷമവും വെറുപ്പൊക്കെ ഉണ്ടാവും. ഭാവങ്ങളെയാണ് ഞാൻ ഇട്ടിട്ട് അയാൾ പറയുന്ന വാക്കുകളെ ഞാൻ ഒരുപാട് ശ്രദ്ധിക്കാറില്ല. അയാളെ ട്രാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാക്കുകളെ നോക്കും. എന്നാൽ ശരിക്കും ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ട്രാപ്പ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ മെത്തഡോളജി ആയിരിക്കും. അത് ശരിക്കും ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അയാളുടെ ഭാവങ്ങളെ കുറേ ശ്രദ്ധിക്കുക, അയാളുടെ ഇമോഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളെ, അയാൾ പറയാതെ പറയുന്ന കാര്യങ്ങൾ, സംസാരിക്കാതെ സംസാരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അത് ഫോൾ ഇൻ ടു ദ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ആ മൊമെൻറ്റിലേക്ക് നമ്മളിങ്ങനെ ഇറങ്ങണം. റൈറ്റ്. മൂന്നാമതായിട്ട് ബി അലേർട്ട് ആൻഡ് നോട്ട് ദ ഡീറ്റെയിൽസ് എന്ന് പറയും. നമ്മൾ ഭയങ്കര അലർട്ടായിരിക്കണം. ഒരാളെ ബന്ധം നമ്മൾ സ്ഥാപിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര അലസരാകാൻ പാടില്ല. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ അടുത്ത്, നമ്മുടെ ടീനേജും അങ്ങനെയുള്ള പ്രായത്തിൽ ബന്ധങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകും. അത് കാരണം അലസമായിട്ട് ഇങ്ങനെ നിന്നാൽ മതി എന്ന് നമ്മൾ ചിലപ്പോൾ വിചാരിക്കും. എനിക്ക് അതിനോട്, ആ ഒരു ആശയത്തോട് പേഴ്സണലായിട്ട് എനിക്ക് യോജിപ്പില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലസത ഒരിക്കലും ഒന്നിനെയും വളർത്തില്ല. ഞാനങ്ങനെ നന്നായി വിശ്വസിക്കുന്നുണ്ട്. പിന്നെ വേറെ എവിടെയോ നിങ്ങൾ വായിച്ച് കേട്ടിട്ടുണ്ട്, അലസമായ മനസ്സ് ചെകുത്താൻ്റെ പണിപ്പുരയാണ് എന്ന് പറഞ്ഞ പോലെ, നീ അലസമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചെടുക്കാനായിട്ട് അലസമായിട്ടിരിക്കുകയാണെങ്കിൽ എഫേർട്ട് എടുത്തിട്ട് അലസമാക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് എഫേർട്ട് എടുത്തിട്ട് അത് ഭയങ്കര കൂളാണെന്ന് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന, അതിനെ പറ്റിയല്ല അച്ഛൻ പറയുന്നത് കേട്ടോ. അലസമായിട്ടൊരു ബന്ധത്തെ കാണുന്ന അവസ്ഥയാണ്. ടേക്കൺ ഇറ്റ് ഫോർ ഗ്രാൻഡഡ് എന്നൊക്കെ പറയുന്ന ഒരു തലത്തിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരിക്കലും അലർട്ടാവാൻ പറ്റില്ല. ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? ഈ അലർട്ട്നെസ് കൂട്ടാനും നോട്ടീസബിലിറ്റി, മറ്റുള്ള ഡീറ്റെയിൽസിൻ്റെ നോട്ടീസബിലിറ്റി കൂട്ടാനും ചെയ്യേണ്ട ഒരു എക്സസൈസ് ഉണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടെടുക്കുക. ആ പാട്ട് നിങ്ങൾ ഇയർഫോണൊക്കെ വെച്ചിട്ട് ആ പാട്ട് കേൾക്കുക. പാട്ട് മാത്രം കേട്ടാൽ പോരാ, അതിലെ വയലിൻ, ഗിറ്റാർ, ഡ്രംസ്, തബല, ഹാർമോണിയം, എന്തൊക്കെ ഇൻസ്ട്രുമെൻ്റ് ഉണ്ടോ ഓരോ ഇൻസ്ട്രുമെൻറ്റും നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് പരിശ്രമിക്കുക. ഒരു ടയർസം വർക്ക് പോലെ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഈ ഒരു എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇത് എക്സസൈസാണ് കേട്ടോ, ഇതെപ്പോഴും ചെയ്യാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കും, അതായത് ഈ പാട്ട് മാത്രമല്ല പാട്ടിന് ഭംഗി കൊടുക്കണമെന്ന്, ബാക്ക്ഗ്രൗണ്ടിലുള്ള ഈ മ്യൂസിക് ഭയങ്കരമായിട്ട് ഭംഗി കൊടുക്കുന്നുണ്ടെന്ന്. പക്ഷേ ആ മ്യൂസിക് നമ്മൾ ശ്രദ്ധിക്കില്ല, പാട്ട് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുള്ളൂ. അപ്പം
ആ ആ ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ നമ്മൾ വിട്ടു. ശരിക്കും ഒരു ബന്ധം സ്ഥാപിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടുകൾ ശ്രദ്ധിക്കണം എന്നാണ് അച്ഛൻ പറയുക. ആണ് ബി അലേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഈ ഓരോ മ്യൂസിക്കിൻ്റെ ഓരോ ഇൻസ്ട്രുമെൻ്റ് ഇങ്ങനെ ശ്രദ്ധിക്കുക. ഒരു ആഴ്ച നിങ്ങൾ അങ്ങനെ എക്സസൈസ് ചെയ്യൂ. നിങ്ങളുടെ എന്നിട്ട് ഡീറ്റെയിൽസ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് കൂടിയുണ്ടോ നോക്കൂ. അല്ലെങ്കിൽ ഒരു തോട്ടത്തിലെ പൂക്കൾ നിങ്ങൾ നോക്കുകയാണെന്ന് വിചാരിക്കുക. പൂക്കൾ നോക്കുമ്പോൾ ആ പൂക്കൾ മാത്രം നോക്കിയാൽ പോരാ, ആ ചെടീനെ ശ്രദ്ധിക്കുക, ആ ചെടിയുടെ ഓരോ ഭാവങ്ങളും ശ്രദ്ധിക്കുക. കൊച്ചു കാര്യമാണ് പ്രിയമുള്ള സഹോദരങ്ങളെ, കൊച്ചു കാര്യമാണ്. പക്ഷേ ബന്ധങ്ങളിൽ അങ്ങനെയുള്ള തോമസ് മൂർ എന്ന് പറയുന്ന ഒരു വലിയൊരു വിശുദ്ധനായിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം ഇംഗ്ലണ്ടിൻ്റെ ചാൻസലറായിരുന്നു. അദ്ദേഹം ഒരു കാര്യം എപ്പോഴും ചെയ്യുമായിരുന്നു. ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മക്കളോട് 2 കാര്യങ്ങൾ ചെയ്യാൻ പറയും. ഒന്ന്, മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ് പഠിക്കാൻ പറയും. കാരണം നീ ഒരു മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ശക്തി ഒരിക്കലും പോവില്ല, എന്നും അതിൻ്റെ കൂടെ ഉണ്ടാവും. 2, അദ്ദേഹം പറയും ചെടികളെ ശുശ്രൂഷിക്കാൻ പറയും. ചെടികളെ, പൂക്കളെ, ചെടികളെ അതിനൊക്കെ ശുശ്രൂഷിക്കാൻ പറയും. എന്നിട്ട് അദ്ദേഹം പറയുന്ന കാരണം എന്താണെന്നറിയാമോ? ചെടികളെ ഒരാൾ ശുശ്രൂഷിക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആൾ ശ്രദ്ധിക്കും. അതിന് പുഴുക്കടി വരുന്നുണ്ടോ, അതിൻ്റെ ഇലകൾ തളർന്നു പോകുന്നുണ്ടോ, വെള്ളത്തിന് കുറവുണ്ടോ, അത് ഞാണ്ടി തുടങ്ങിയോ, അതിന് തൂണ് വേണോ, കൊച്ചു കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കും. അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ച് അയാൾ ശരിക്കും ഒരു മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരുമ്പോൾ ഇതുപോലെ തന്നെ ശ്രദ്ധിക്കും. ഇവന് വെള്ളം വേണോ, വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ വെള്ളമല്ല, ഇവന് ആത്മാവിന് വെള്ളം വേണോ, എന്താണ് ഇവൻ്റെ ആവശ്യം, എന്താണ് ഇവന് തൂണ് വേണോ ചാരാനായിട്ട്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. അതുകൊണ്ട് പ്രിയമുള്ള മക്കളെ, അറ്റൻഷൻ ടു ദ ഡീറ്റെയിൽസ് എന്നാണ് എനിക്ക് 3. 4, ഡോണ്ട് പേ അറ്റൻഷൻ ബട്ട് ഇൻവെസ്റ്റ്. ഇതൊരു പ്രിൻസിപ്പിളാണ്. ഡോണ്ട് പേ അറ്റൻഷൻ, ഇപ്പം ഞാൻ പറഞ്ഞ ശ്രദ്ധ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഡോണ്ട് ജസ്റ്റ് പേ അറ്റൻഷൻ ബട്ട് ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹീബ്രു ഭാഷയിൽ സിം ലെവ് എന്ന് പറഞ്ഞിട്ടൊരു വാക്കുണ്ട്. പേ അറ്റൻഷൻ്റെ ഹീബ്രു വാക്കാണത്. ഞാനൊരു സ്ഥലത്ത് വായിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ട്രാൻസ്ലേഷൻ, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ട് യുവർ ഹാർട്ട് ഇൻ ടു എന്നാണ്. നിൻ്റെ ഹൃദയം, ഇപ്പം നീ ഒരു വ്യക്തിയായിട്ട് സംസാരിക്കുമ്പോൾ നിൻ്റെ ഹൃദയം ഇൻവെസ്റ്റ് ചെയ്യണം. ലേൺ ആൻഡ് ട്രൈ ഡൂയിങ് ഇറ്റ്. ഒരു വ്യക്തിയായിട്ട് സംസാരിക്കുമ്പോൾ നിൻ്റെ ഹൃദയം നീ ഷട്ട് ഡൗൺ ചെയ്തിട്ട്, നിൻ്റെ ആത്മാവ് എല്ലാം ഷട്ട് ഡൗൺ ചെയ്തിട്ട് വാക്കുകൊണ്ട് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ട്രാൻസാക്ഷൻസ്. പക്ഷെ നീ എൻകൗണ്ടറിന് വേണ്ടി ശ്രമിക്കണത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിൽ ചെല്ലുക, വീട്ടിൽ ചെന്നിട്ട് നിൻ്റെ ഹൃദയം ഇൻവെസ്റ്റ് ചെയ്യുക. അമ്മയുടെ അടുത്തോ സഹോദരൻ്റെ അടുത്തോ സഹോദരിയുടെ അടുത്തോ ഇൻവെസ്റ്റ് യുവർ ഹാർട്ട്. എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്തുമാത്രം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നല്ല ശ്രദ്ധിക്കേണ്ടത്, മറ്റുള്ളവർ നിങ്ങളെ എന്തോരം ശ്രദ്ധിക്കേണ്ടതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങൾക്ക് പിടി കിട്ടിയോ? അതായത് ഞാൻ എന്തോരം കഷ്ടപ്പെട്ടു, ഞാൻ എന്തോരം ചെയ്തു, ഞാൻ എന്തോരം ബുദ്ധിമുട്ടി, ഇത് പറയരുത്. നിങ്ങൾ ഹാർട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മൾ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണേ. ഇത് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യില്ല, ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം. പിന്നെ എന്താ ഹെൽപ്പ് ചെയ്യുക? നിനക്ക് എന്തുമാത്രം അറ്റൻഷൻ കിട്ടുന്നുണ്ടെന്ന് നോക്കുക നീ ഹാർട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, റൈറ്റ്? അപ്പോൾ നിനക്കതൊരു പോസിറ്റീവ് എനർജി ആകും. കാരണം നീ ശരിക്കും ഹാർട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദർ വിൽ ബി എ ചേഞ്ച്, ദർ വിൽ ബി ആൻ എൻകൗണ്ടർ. ശരിക്കും ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻകൗണ്ടർ ഉണ്ടാവും. ഇനി അതിന് സാധിച്ചില്ലെങ്കിൽ ചില കാര്യങ്ങൾ സാധിക്കാതെ പോകുമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ. ഇറ്റ്സ് ഓക്കെ. 5 എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒബ്സർവ് ദ അതർ പേഴ്സൺ. ഒബ്സർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ എന്താണ്, അയാൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്. ബന്ധം സ്ഥാപിക്കുമ്പോൾ നമ്മൾ ഇത് എന്താണ് അയാളുടെ ശൈലി, എന്താണ് പറയുന്നത്, എങ്ങനെയാണ് പറയുന്നത്. ഒരു കാര്യം പല രീതിയിൽ പറയാം, അയാളുടെ പല ശൈലികളുണ്ട്, പല ആക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും ചിന്തിക്കുകയാണ് എങ്ങനെയാണ് അയാളത് പറയണത്, എന്താണ് പറയണത്, എങ്ങനെയാണ് അയാൾ ലോകത്തെ നോക്കി കാണുന്നത്, അയാളുടെ കാഴ്ചപ്പാട് എന്നാ, അയാളുടെ ബന്ധങ്ങളെക്കുറിച്ചുള്ള അയാളുടെ കാഴ്ചപ്പാട് എന്നാ. വി ആർ ട്രൈങ് ടു ഒബ്സർവ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിനെ എടുക്കുക, നമ്മുടെ ജീവിതത്തിൽ അയാൾ ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് പറയണതെന്ന് നോക്കുക, ഒബ്സർവ് ചെയ്യുക. നമ്മുടെ അപ്പയാണെന്നുണ്ടെങ്കിൽ നിന്നോട് പഠിക്കാൻ പറയുന്നത് എങ്ങനെയാണ്, അമ്മ പറയുന്ന പോലെ അല്ലല്ലോ, വ്യത്യാസം ഉണ്ടല്ലോ.
രണ്ടുപേരും പഠിക്കാനാണ് പറയുന്നത്, പക്ഷേ പറയുന്ന രീതികൾ വ്യത്യാസമില്ലേ. ഒബ്സർവ് പീപ്പിൾ, ഒബ്സർവ് ചെയ്യുക. അകലെ എന്ന് വേണമെങ്കിൽ ഒന്ന് ഒബ്സർവ് ചെയ്തോളൂ ആളുകളെ. ഒരു പഠനോപകരണമായിട്ട് ആൾക്കാരെ ഒബ്സർവ് ചെയ്യരുത് കേട്ടോ. വ്യക്തിയായിട്ട് തന്നെ ഒബ്സർവ് ചെയ്യാനേ പാടുള്ളൂ. കാക്ക പ്രശ്ന മിഥുൻ ഞാൻ സോറിടാ, അവസാനിക്കാറായി. എത്ര മിനിറ്റ് ആയത്?